പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ എല്ലാവർക്കും, ഇത് കാണുന്ന സകല മക്കൾക്കും അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു അനോയിന്റിങ് കർത്താവേ ഈ ദിനത്തിൽ നൽകണം. ഈ ദിനം എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി, റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ അത് ശനിയാഴ്ച തന്നെ വന്നു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. ഹല്ലേലൂയ. എന്ന് നോക്കിയേ, ഇന്നേ ദിവസം വീണ്ടും, ഇന്നലെ നിങ്ങൾ സമ്പൂർണ്ണ ജപമാലയ്ക്ക് ചെല്ലിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അറിയാം. ഇന്ന് സമ്പൂർണ്ണ ജപമാലയ്ക്ക് ചെല്ലി പ്രാർത്ഥിച്ച്, ഇന്നലെ അച്ഛൻ എൻ്റെ ആത്മീയമായ എൻ്റെ കുമ്പസാരക്കാരൻ്റെ അടുത്ത് പോയി നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മളിനി ധ്യാനിക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലെ 14:7 വചനം വെളിപ്പെടുത്തുകയാണ്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതായത് ഒരു പ്രതീക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, ശരിക്കും അമ്മയിൽ നിന്ന് അകന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെടും. ഞങ്ങളോട് പറയാറുണ്ട്, പരിശുദ്ധ കുർബാനയിൽ ചിലപ്പോൾ ഏകാഗ്രതയോടുകൂടിയൊക്കെ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവമക്കൾ വരാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, സഹോദരങ്ങളെ, നിങ്ങൾ ജപമാല എല്ലാം പറ്റാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ജപമാല ആദ്യം എടുത്തു മാറ്റും. ജപമാല നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന നമുക്ക് അനുഭൂതിയാകില്ല. ചുരുക്കത്തിൽ ഈശോയിലേക്ക് നമ്മെ കൈപ്പിടിച്ച് നടത്തുന്നത് അമ്മയാണ്. കാരണം കുരിശിൽ കടന്നുകൊണ്ടുള്ള ചാവരുൾ ഈശോ പറഞ്ഞില്ലേ, ഇതാ നിന്റെ അമ്മ. ഈശോയാണ് നമുക്ക് മാതാവിനെ അമ്മയായി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ തിരുനാൾ ദിവസത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രതീക്ഷ നാമ്പെടുക്കും, പ്രത്യാശയിൽ നാം വളരും. ഹല്ലേലൂയ. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. ഓ യേശുവേ, ഈ ദൈവവചനത്തിന്റെ അഭിഷേകത്താൽ ഈ മക്കൾ നിറയപ്പെടട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.